നേരിട്ടോളാം. മോളെയും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നു. എങ്കിൽ അച്ഛനോടെ സമാധാനത്തോടെ ഇരിക്കായിരുന്നു. അച്ഛനിപ്പോ തൽക്കാലം നിമഞ്ജനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റൊന്നും ഓർക്കാതിരിക്കുന്ന നല്ലത്. ഇവിടെ ഒന്നും സംഭവിക്കില്ല അച്ഛ. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. ശരി മോളെ, സൂക്ഷിച്ചോണേ. എന്താ സ്വാമി? ഞെട്ടിക്കുന്നൊരു വിവരം അറിഞ്ഞു. നമ്മുടെ ശരത്തില്ല, അവൻ ഈ കാണുന്ന ആളൊന്നുമല്ല. അതെന്താ, അവന് കൊമ്പുണ്ടോ? കൊമ്പല്ല, കടാര. ആരുടെ നെഞ്ചിലേക്ക് അത് കുത്തിയിറക്കാൻ അവനൊരു മടിയും കാണിക്കില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? വ്യക്തമായി പറ. ആ ദേവികല്യ, അവരുടെ അച്ഛൻ്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നില്ല, ഒരു കൊലപാതകമാണ്. ചെയ്തത് ശരത്തും. സത്യമാണോ താനീ പറയുന്നത്? ആ ശരവണനാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. അവൻ എന്തിനാ നുണ പറയുന്നത്? സത്യമെന്ന് ഉറപ്പാ. അപ്പൊ ശരത്തിനെ സൂക്ഷിക്കണമല്ലോ സ്വാമി. തരം കിട്ടി അവ എന്തും ചെയ്യുമല്ലോ. ചെയ്യും. ഒരു കൈ അകലത്തിൽ നിൽക്കുന്നതാ എപ്പോഴും നല്ലത്. ഒരാളെ കൊല്ലണമെങ്കിൽ അതിന് തക്കതായ കാരണം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു ദേവികയുടെ അച്ഛനെ കൊല്ലാനുള്ള പ്രകോപനം? അതെനിക്കറിയില്ല. അത് ശരവണം പറഞ്ഞില്ല. പറയാമായിരിക്കും, പറയാത്തതാ. ഈ വിവരം ശരവണം വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയരുത്. പറയാതെ താൻ നോക്കിക്കോണം. ഇത് വച്ച് നമുക്ക് ചില കളികൾ കളിക്കാനുണ്ട്. അതുവരെ വാർത്ത ലീക്കാവരുത്. 24 മണിക്കൂറും ശരവണന്റെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ മാഡം. ആശുപത്രിയിൽ വെച്ച് അവൻ ആരോടും ഇത് പറയാതെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു പ്രവചിക്കാൻ പറ്റില്ല. ശരി, ആശുപത്രിയിലെ കാര്യം താൻ നോക്കിയാൽ മതി. ബാക്കി ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. തങ്കച്ചയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല. എനിക്ക് ബുദ്ധിയുണ്ട്. ശരവണം പറഞ്ഞ വിവരം ഞാൻ ആദ്യം അറിയിക്കുന്നത് തങ്കച്ചിയെ. അതിനുള്ള നന്ദി എപ്പോഴും എനിക്ക് തന്നോടുണ്ടായിരിക്കും. അതിന്റെ ഗുണവും തനിക്ക് കിട്ടും. മതി, അത് മതി. ശരി, എന്നാ വെക്കട്ടെ. എന്നെ മനസ്സിലായോ? മറക്കാൻ പറ്റുമോ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞു. അതിന് കിട്ടിയ സമ്മാനമായി പരിക്ക്. ആരേത് ചെയ്തേ? ചെയ്തതാരാണെങ്കിലും കിട്ടിയത് എനിക്കാണല്ലോ. പക്ഷെ എനിക്ക് അതിൽ വിഷമൊന്നുമില്ല. ദേവികയെ പോലെ നല്ല മനസ്സുള്ള ഒരു കുട്ടി ചതിക്കപ്പെടരുതെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. അത് നടന്നു. സാരമില്ല, സ്വാമിയേട്ടനെ ഉപദ്രവിച്ചവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. അങ്ങനെ തന്നെ ഞാനും വിചാരിക്കുന്നത്. കർമ്മഫലം എല്ലാവരും അനുഭവിക്കണം. ഇപ്പൊ ഞാൻ വന്നത് ഒരു മുന്നറിയിപ്പ് തരാനാണ്. ആ ശരവണനില്ലേ, അവൻ ഈ ആശുപത്രിയിലുണ്ട്. എന്തിനാണ് അവനിവിടെ അഡ്മിറ്റായെന്ന് എനിക്കറിയില്ല. കുട്ടി ഒന്ന് സൂക്ഷിക്കണം, നന്നായിരിക്കും. ശരവണ്ണ എന്തിനാ ഞാൻ പേടിക്കുന്നത്? കൊടും ക്രിമിനലാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. കുട്ടിയെ ഉപദ്രവിക്കാനാണ് അവനിവിടെ വന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കാം. പേടിച്ചോടാനോ? ഞാനോ? അതിന് ദേവിക വേറെ ജനിക്കണം സമയട്ടാ. കുട്ടി ശരവണനാണ് ആള്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. സമയട്ടാ, ഇനി ഞാൻ ആരെയും പേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചേ. ഇനി അതിന് വയ്യ. ശരവണ്ണ ചെയ്യാൻ പറ്റുന്നത് ശരവണൻ ചെയ്യട്ടെ, ഞാൻ സഹിച്ചോളാം. വിവേകമുള്ളവർ പറയണ അനുസരിക്കണം. അതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. എനിക്കിത്തിരി ബുദ്ധി കുറവാണെന്ന് വിചാരിച്ചു. സിധുവിന്റെ അച്ഛൻ അവിടെ കിടക്കുന്നത്. ഞാനിവിടെ നിൽക്കും. എന്നെ ഇവിടുന്ന് ഓടിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ശരവണൻ വരട്ടെ, അപ്പം നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എല്ലാം കുട്ടിയുടെ ഇഷ്ടം. ഓടി ഓടി മടുത്ത സ്വാമിയേട്ടാ. ഇനി മുന്നോട്ട് ഓടാനും എനിക്ക് സ്ഥലമില്ല. അതുകൊണ്ടാ തിരിഞ്ഞു നിന്നത്. എന്ത് നേരിടാൻ തയ്യാറാ ഞാൻ. വരുന്നിടത്ത് വെച്ച് കാണാം. അതാ എന്റെ തീരുമാനം. എന്തൊക്കെയുണ്ട് ശരത്തെ വിശേഷങ്ങള്? സുഖം തന്നെയാണോ? ആ, അങ്ങനെ പോന്നു. ആ കൈയൊന്ന് നീട്ടിയേ. കൊലപാതകിയുടെ കൈയാണല്ലോ ഇത്. ഈ കൈ കൊണ്ട് നീ എത്ര പേരെ കൊന്നിട്ടുണ്ട്? തങ്കച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനങ്ങനെ ഒരാളല്ല. മോനെ ശരത്തെ, നീ ടവറിൽ കാണുമ്പോ തങ്കച്ചി സാറ്റലൈറ്റിൽ കാണും. ശരവണനെ രക്ഷിച്ചതാരാന്ന് മനസ്സിലായോ നിനക്ക്? ശരവണൻ? എന്താ ശരവണനെ നിനക്കറിയില്ലേ? എന്നാ കേട്ടോ, ശരവണനെ രക്ഷിച്ചത് ഞാനാ. അവൻ എൻ്റെ പ്രോപ്പർട്ടിയാ. അവനെ കൊണ്ട് എനിക്ക് പല ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ്റെ പിന്നാലെയുള്ള നടത്തം നീ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. തങ്കച്ചി, എന്താ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ അതിപ്പോ പറയണം. ഞാൻ എന്തായാലും ശരവണനെ രക്ഷിക്കാന്ന് ഏറ്റുപോയി. എനിക്ക് വാക്ക് പാലിച്ചേ പറ്റൂ. ശരവണനെ വേണോ നിന്നെ വേണോ എന്നൊരു ചോദ്യം മുമ്പിൽ വന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരവണനെ മതിയെന്നേ ഞാൻ പറയൂ. എൻ്റെ സർക്കിളിന് പുറത്തു പോകുന്നത് നല്ലതാണോന്ന് നീ ഒന്ന് ചിന്തിക്കും. ഞാൻ എന്താ വേണ്ടത്? നമുക്കൊരുമിച്ച് നിൽക്കണം. നിന്ന അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. അതല്ല, നിനക്ക് നിന്റെ താല്പര്യങ്ങളാണ് വലുതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോ